വിശാഖ നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം കെയർലെസ് ആയിട്ടിരുന്നാൽ അശ്രദ്ധമായിട്ട് ജീവിച്ചാൽ അങ്ങനെ അശ്രദ്ധമായിട്ടേ ജീവിച്ചുകൊണ്ടിരിക്കും. പാറ്റകളുടെ ശല്യം ഉണ്ടാകുക, കിടക്കയിൽ മുഷിഞ്ഞ വസ്ത്രമിടുക, അവിടെ ദുർദേവതയുടെ വാസം തുടങ്ങുമ്പോൾ മാത്രമാണ് നമുക്കത് ചെയ്യാൻ തോന്നുന്നത്. നമസ്കാരം. തുലാം വൃശ്ചികം രാശി വിശാഖ നക്ഷത്രത്തെക്കുറിച്ച് ഞാൻ കർണേഷി ഉപാസനയുടെ ഫലം പറഞ്ഞതാണ്. ധാരാളം പേര് ഞാൻ പറഞ്ഞത് കേട്ട് ഭയപ്പെട്ട് എന്നെ വിളിച്ചു. ഞാനും ഭയന്നു. കാരണം ഞാൻ തുലാം രാശിക്കാരനാണ്. വൃശ്ചിക രാശിക്കാർ ഓരോരുണ്ട്. എനിക്കാണെങ്കിൽ മൊബൈൽ എടുക്കാനും നോക്കാനൊന്നും വയ്യാത്തതുകൊണ്ട് ഭയങ്കര പരാതിയാണ്. മൊബൈൽ എടുക്കാൻ പറ്റൂല, മൊബൈലിൽ സംസാരിക്കാനും പറ്റൂല, മൊബൈൽ എടുത്തൊന്നിനും പറ്റൂല. അപ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ ഈ തുലാം രാശിക്കാരുടെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളുടെ വിശദമായൊരു വിവരണം ശ്യാമ പറഞ്ഞു തരും. ഒന്ന് പറഞ്ഞു കൊടുത്താലും. തുലാം രാശിക്കാർക്ക് വ്യാഴം ഇനി 10-ലോട്ടാണ് വരുന്നത്. അപ്പോൾ അവർക്ക് കർമ്മരംഗത്ത് പുഷ്ടിപ്പെടാനും പിന്നെ ഇവർക്ക് പ്രത്യേകിച്ച് ബുദ്ധിപരമായ ചിന്തകളുടെ ഒരു ഭണ്ഡാരമാണ് ഇവർ. അപ്പം ബുദ്ധി കൊണ്ട് അവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് എഴുത്തുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആകർഷണം. തുലാരാശിയാണോ? തുലാരാശി. എനിക്ക് ബുദ്ധി ഉണ്ടാവും. ഇനി ഇതുവരെ ബുദ്ധിയില്ല, ഇനി ഉണ്ടാവും എന്നാണ് പറയണേ. ശരി. പിന്നെ ഇവർക്ക് എല്ലാവരെയും പറയും പോലെ ആകർഷണമായി സംസാരിക്കാനുള്ള കഴിവുള്ളവർ. അപ്പൊ അതുമായിട്ട് സംബന്ധിച്ച് നിൽക്കുന്ന മേഖലയിലുള്ളവർ അത്തരം കർമ്മരംഗങ്ങൾ മുന്നോട്ടെടുക്കുന്നവർ. ബാല്യകാലങ്ങൾ ക്ലേശകരമായിരിക്കും, പക്ഷെ യൗവനത്തിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതാണ്. പിന്നെ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർക്ക് കുറവാണ്. ഇവരുടെ ജന്മം നോക്കുമ്പോൾ പിതാവിൽ നിന്നുള്ള സ്നേഹവും സമ്പത്തും ഒക്കെ കുറവായിരിക്കും അല്ലേ? അതെ, സമ്പത്ത് കുറവായിരിക്കും. പിന്നെ ഇവരുടെ ദുർവാശി വിടണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നല്ല കാലം വരുമ്പോൾ അത് വർദ്ധിക്കും. ദുർവാശി, എനിക്ക് നന്നായിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഒരു ക്രമം കൊണ്ടുവരുന്നത്, ഇപ്പൊ വ്യാഴദശ നല്ലതായിട്ട് വരുമ്പോഴും വ്യാഴാഴ്ച ദിവസങ്ങളിലൊക്കെ വ്രതം എടുക്കുന്നതും ഒക്കെ നല്ലതാണ്. ഇപ്പോൾ വിശാഖം, പൂരിട്ടാതി, പുണർദം, ഇത് അനുജന്മ നക്ഷത്രം നിങ്ങൾ പറയും. ഇപ്പം ഈ അനുജന്മ നക്ഷത്രം, ഇപ്പൊ നമുക്ക് വിശാഖ നക്ഷത്രത്തിൽ പോകാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ പൂരിട്ടാതി നക്ഷത്രം വരുന്നത് നോക്കി വെക്കുക. ഇനി പൂരിട്ടാതി പോകാൻ പറ്റിയില്ല എങ്കിൽ പുണർദ നക്ഷത്രത്തിൽ പോയി വിഷ്ണു ഭജനം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. വിഷ്ണു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യാഴാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ വ്രതമായിട്ട് ആചരിക്കുക. വ്രതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയോ ജലപാനം ചെയ്യാതിരിക്കുകയോ അതൊന്നുമല്ല. രാവിലെ ഒരു 6 മണിക്ക് കഴിക്കുക, ഉദയത്തിന് മുമ്പ് എണീക്കുക, കുളിക്കുക, വീട്ടിൽ കത്തിക്കുന്ന വിളക്ക് തന്നെ നെയ്വിളക്ക് കത്തിക്കുക. നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിനോട് കൂട്ടിച്ചേർത്ത് ഒന്ന് പറയാനുള്ളത്, നേരത്തെ കഴിഞ്ഞ എപ്പിസോഡ് പറയാൻ വിട്ടുപോയി. സ്വാമി എപ്പോഴും പറയും നമ്മുടെ വാസ്തുദോഷം എന്ന് പറയും. ഇപ്പൊ ഇതെല്ലാം ഉണ്ടെങ്കിലും പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ഇതെല്ലാം ഉണ്ടല്ലോ, എനിക്കിതെല്ലാം ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്, എങ്കിലും എനിക്കൊരു ഉയർച്ച കിട്ടുന്നു. ഇപ്പൊ പ്രത്യേകിച്ച് കലാകാരന്മാർക്കൊക്കെ ഉയർച്ച കിട്ടണമെങ്കിൽ അവർക്ക് വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങളും പരിഹരിച്ചിരിക്കണം. നമ്മൾ നിൽക്കുന്ന വീട് മോശമാണെങ്കിൽ പിന്നെ എന്ത്? ഇപ്പൊ ചില കാര്യങ്ങൾ സ്വാമി പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ തന്നെ ഉണ്ടായിട്ടും കാര്യങ്ങൾ നിങ്ങൾ ആ വീട്ടിൽ നടന്നു നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കും. അപ്പൊ അത് 2 കാരണങ്ങൾ കൊണ്ടുവരാം. നമ്മൾ എഞ്ചിനീയറിംഗ് രീതിയിൽ വാസ്തു നോക്കുന്നത് സ്വാമി പറയും പോലെ ആ സ്ഥലം എങ്ങനെയായിരുന്നു, അത് ആരുടെ കയ്യിൽ നിന്ന് കിട്ടി. പ്രത്യേകിച്ച് സ്വാമി പറയാറുള്ള ഒരു വിധവയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ എന്ന് പലവരിടത്തും ചോദിച്ചിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള ദോഷങ്ങൾ കൈമാറി വന്ന ഉത്തമമായ ഭൂമിയാണോ, ആ ഭൂമി എങ്ങനെയാണ് അവർക്ക് കിട്ടിയത്, അത് അവർക്ക് കിട്ടാൻ യോഗ്യതയുള്ള ഭൂമിയാണോ, ഇതൊക്കെ എല്ലാവരും ചോദിക്കും. അതെങ്ങനെ നമുക്ക് സ്വാമി അറിയാൻ പറ്റുമെന്ന്. പക്ഷെ അതറിയണം. അത് നമുക്ക് അനുഭവയോഗമുള്ള ഇല്ലാത്തതായിട്ട് വരുമ്പോഴാണ് ഇത് നമുക്ക് അനുഭവമുള്ളതല്ല. അവർക്കേ അനുഭവയോഗമില്ല. അവർ കുറേ കഴിഞ്ഞ് ബുദ്ധിമുട്ടൊക്കെ വരുമ്പം എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വശീകരണമൊക്കെ വെച്ച് വിട്ടിട്ട് പോകും. എത്ര പേരാണ് കിടന്ന് അതിൻ്റെ പേരിൽ അനുഭവിക്കുന്നത്. ഗൃഹം എന്ന് പറയുന്നത് നമ്മൾ ചെന്ന് കയറുക, നമ്മൾ വിശ്രമിക്കുന്ന സ്ഥലം, ഉറങ്ങുന്ന സ്ഥലം, ആ സ്ഥലത്തിനൊരു വളരെ ഐശ്വര്യസമ്പന്നമായിട്ടുള്ള സമ്പത്ത് വന്നു ചേരുന്ന ഐശ്വര്യപൂർണ്ണമായൊരു ജീവിതം വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഐശ്വര്യ ദേവതയുടെ കടാക്ഷം വേണം. ഐശ്വര്യദേവയുടെ കടാക്ഷം വേണമെങ്കിൽ ആ ഭൂമി ഉത്തമമായിരിക്കണം, ആ ഗൃഹം ഉത്തമമായിരിക്കണം, ഉത്തമമായ കർമ്മം ചെയ്യണവരായിരിക്കും. പണം പലിശയ്ക്ക് കൊടുക്കുകയും നീചകർമ്മങ്ങളും ചെയ്യണവരുടെ ഐശ്വര്യദേവയുടെ കടാക്ഷം ഉണ്ടാവില്ല. പണമൊക്കെ ഉണ്ടാവും കുറച്ചു കാലം, ആ പണമെല്ലാം ദുർദേവതയുടേതായിട്ട് മാറും. അത് ഭയങ്കര സത്യമായ കാര്യമാണ്. അത് ദുർദേവതയുടേതായിട്ട് മാറി ദുർദേവത വാസമാവും. നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ ഒരു പുതിയ വീട് മേടിച്ച് പെയിൻ്റൊക്കെ അടിച്ച് വെച്ചേക്കും. ആ വസ്തുവിന് ദോഷമുണ്ടെങ്കിൽ 3-ാമത്തെ ദിവസം അവിടെ ചിലന്തി വല വരും. നിങ്ങൾ അടിച്ചു നോക്കൂ, വീണ്ടും വീണ്ടും വരും അവിടെ തന്നെ ചിലന്തി വല. പല്ലികളുടെ ശല്യം കൂടുതലായിരിക്കും. അതിങ്ങനെ നിലത്ത് നമ്മുടെ മുമ്പിൽ തന്നെ വന്ന് വീഴും. അപ്പോൾ അത് ദുർദേവതയുടെ വാസം തുടങ്ങുന്ന കാലഘട്ടമാണ്. പാറ്റകളുടെ ശല്യം ഉണ്ടാകുക,
കിടക്കയിൽ മുഷിഞ്ഞ വസ്ത്രമിടുക. നമ്മൾ പുറത്തുനിന്ന് പോയിട്ട്, ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, വന്നിട്ട് ആ വിഴുപ്പോട് കൂടിയെടുത്ത് ഇട്ട് നോക്കൂ, അവിടെ ദുർദേവതയുടെ വാസം തുടങ്ങുമ്പോൾ മാത്രമാണ് നമുക്കത് ചെയ്യാൻ തോന്നുന്നത്. അതൊരു വേസ്റ്റ് ബോക്സ് വാങ്ങിച്ചു വെച്ച് അതിലേക്ക് മാറ്റണം. ഇതൊക്കെ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്ത് മാത്രമേ ഈ ദുർദേവതയുടെ വാസമില്ലാതിരിക്കുകയുള്ളൂ. ഐശ്വര്യദേവതയുടെ കടാക്ഷം വേണം. അപ്പോൾ ഈ നക്ഷത്രത്തിനെ സംബന്ധിച്ച്, വിശാഖ നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം കെയർലെസ് ആയിട്ടിരുന്നാൽ, അശ്രദ്ധമായിട്ട് ജീവിച്ചാൽ അങ്ങനെ അശ്രദ്ധമായിട്ടേ ജീവിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ബുദ്ധിപരമായി ജീവിച്ച് സ്മാർട്ടായിട്ട് ജീവിക്കണം, ഉത്തമമായിട്ട് ഊർജ്ജത്തോടുകൂടി ജീവിക്കണം എന്ന് പറഞ്ഞാൽ അത് ഊർജ്ജത്തോടുകൂടി ജീവിക്കും. അതുകൊണ്ട് തുലാം രാശിക്കാരിൽ ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്, തുലാമിലും വൃശ്ചിക രാശിയിലുള്ള മറ്റേ വിഷരാശിയാണ് ഈ വൃശ്ചികം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും വിശാഖം എന്ന് പറഞ്ഞ് ഒരു പൊതുവായ ഫലം എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ കർണയിക്ഷി ഫലം പറഞ്ഞത്. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഫലം ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്ഥലം എങ്ങനെയാണ്, അത് പോസിറ്റീവ് ആണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അടിയുറച്ച് അതിനെ ഒന്ന് ക്ലിയർ ചെയ്യുക. ബാക്കി ഈ പറഞ്ഞ പരിഹാരങ്ങളും കൂടെ ചെയ്യുമ്പോൾ, അതായത് വിഷ്ണു ക്ഷേത്ര ദർശനമാണ്, അനുജന്മ നക്ഷത്രം നോക്കിയിട്ട് നേരത്തെ പറഞ്ഞു വിശാഖം, പൂരുട്ടാതി, പുണർദം ഈ നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക. പിന്നെ യുഗ്മരാശിയിൽ വരുന്നതാണെങ്കിൽ ഭദ്രകാളി ഭജനവും പറയുന്നുണ്ട്. എന്തായാലും മഞ്ഞ, ക്രീം കളർ ഇത് ഇവർ ഇടുന്നത് വളരെയധികം ഉത്തമമാണ്. എപ്പോഴും അതങ്ങനെയാണ്. പിന്നെ നക്ഷത്ര ദേവത ഇന്ദ്രാഗ്നിയാണ്. ഇന്ദ്രാഗ്നി ദേവത എന്ന് മാത്രം നമ്മൾ സ്മരിച്ചാൽ മതി. ഒരു 2 മിനിറ്റ് വിളക്ക് കത്തിക്കുമ്പോൾ അത് സ്മരിച്ചാൽ മതി. മൃഗം എന്ന് പറയുന്നത് സിംഹമാണ്. അപ്പോൾ സിംഹമായതുകൊണ്ട് തന്നെ ദേവീക്ഷേത്രങ്ങൾ, അതുകൊണ്ടാണ് ഭദ്രകാളി കണക്റ്റായി വന്നത്. ഭദ്രകാളി ക്ഷേത്രത്തിൽ വാഹനമായിരിക്കുന്ന അങ്ങനെ സങ്കല്പിച്ച് ദേവീക്ഷേത്രത്തിൽ സിംഹം ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ പക്ഷി കാക്കയാണ്. അതുകൊണ്ടാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ടുള്ളവർ സ്വാമിജി ഇപ്പോഴും പറയുന്ന പോലെ എള്ളും ചോറും അത് ചുമ്മാ നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കിയല്ല, കുറച്ച് പച്ചരിയും എള്ളും കൂടെ ഇട്ട് വേവിച്ചിട്ട് ഒരു ചിരട്ടയ്ക്കകത്ത് വെച്ച് വീണ്ടും തെക്ക് ഭാഗത്ത് വെച്ച് നോക്കൂ, നിങ്ങളുടെ പകുതി പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. ആരും ചെയ്യില്ല, 10 ദിവസം വെച്ചിട്ട് പിന്നെ ചെയ്യില്ല. ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് പല പ്രാവശ്യം പറയുന്നത് വെച്ച് കൊടുക്കാം. ടീച്ചറിന് ഒരു 10 ദിവസം വെച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ അതങ്ങ് കളയും. അത് ചെയ്ത് കൊടുക്കുകയാണ് പിതൃക്കൾക്കുള്ള ദോഷം തീരാനായിട്ട്. എള്ളും ചോറും പച്ചരിയിൽ കുഴച്ച് നിങ്ങൾ വെച്ച് കൊടുത്തു നോക്കിയേ എന്തൊരു മാറ്റമാണോ കുടുംബത്തിലുണ്ടാകുന്നത്. അപ്പോൾ അത് മെനക്കെട്ടിച്ച് നമ്മൾ ഒരു അമ്പലത്തിൽ ഒരു പൂജാരിയുടെ അടുത്തോ സ്വാമിമാരെടുത്തോ പോയിട്ട് അതിൻ്റെ പരിഹാരം കണ്ട് പൈസ ചിലവാക്കുന്നതിനേക്കാൾ നല്ലത് ഒരു പിടി പച്ചരിയും കുറച്ച് എള്ളും കൂടെ വെച്ച് വേവിച്ചിട്ട് അത് സെപ്പറേറ്റ് തന്നെ വെക്കണം. ഒരു 2 പിടി മതി. അതൊരു ചിരട്ടയ്ക്കകത്ത് വെച്ച് വീടിൻ്റെ തെക്ക് ഭാഗത്തൊന്ന് വെച്ച് കൊടുത്തു നോക്കും, വരാൻ പോകുന്ന മാറ്റം. ഒരാൾക്ക് കാലിൽ ഭയങ്കര നീരാണ്, 2 കാലിലും ഭയങ്കര നീരാണ്. അപ്പോൾ ഞാൻ എല്ലാ ഡോക്ടർമാരുടെ അടുത്തിട്ട് പോയിട്ട് ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും പിതൃദോഷങ്ങൾ എന്താണ്, പൂർവ്വജന്മത്തിൽ പുള്ളിയുടെ പിതാവിനെയും മാതാവിനെയും ചവിട്ടിയിട്ടുണ്ട്. അപ്പോൾ മടുത്തു, നടക്കാൻ പോയി. മന്ദകാലം എന്നാൽ മന്ദല്ല. എല്ലാ ഡോക്ടർമാരും ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് തിരുവല്ലത്ത് പോയി നിങ്ങളൊരു ബലികർമ്മം ചെയ്യണം ആദ്യം. എന്നിട്ട് വീട്ടിൽ കാക്കയ്ക്ക് തെക്ക് ഭാഗത്ത് നിരന്തരം മുടങ്ങാതെ കൊടുക്കണം. പക്ഷേ ആദ്യമൊക്കെ 3 നേരം നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞാൽ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം. കാക്കകൾ വന്നേയില്ല. പുള്ളി അവിടെ എന്നെ വിളിച്ചുകൊണ്ടിരുന്നു, സ്വാമി കാക്കകളൊന്നും വരുന്നില്ല. ഞാൻ നിങ്ങളൊരു കാര്യം ചെയ്യും, രാവിലെ ഒന്ന് വെക്കൂ, ഒരു 11 മണിക്ക് ഒരെണ്ണം വെക്കൂ. ഇപ്പം കാക്ക എടുക്കും, പുള്ളിയുടെ കാലിൽ നീരെവിടെ പോയി എന്ന് അറിഞ്ഞുകൂടാ, ശോഷിച്ചു പോയി. പിതൃക്കൾ അനുകൂലമാക്കാനുള്ള അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഒരു ശാസ്ത്രത്തിന് ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാനീ പറയുന്നത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യുന്നത് നല്ലതാണ്. പിതൃദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് പിതൃക്കളുടെ ദോഷം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇത്തരം പരിഹാരക്രിയകൾ ചെയ്യണം. ഇതിൻ്റെ മൃഗം സിംഹമായതുകൊണ്ട് തന്നെ നമുക്ക് കോപ സ്വഭാവം, പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം ഉണ്ടാവും, പിന്നെ അഹങ്കാരം, ഇതെല്ലാം ഉണ്ടാവും. ഇതൊക്കെ എനിക്കുള്ളത് തന്നെയാണ്. കാരണം ഞാൻ വിശാഖത്തിലെ തുലാം രാശി ആയതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ എല്ലാ മോശ സ്വഭാവങ്ങൾ, ഇതിനകത്തുള്ള ദോഷകാര്യങ്ങളെല്ലാം എനിക്കുള്ളത് തന്നെയാണ്. അത് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നടക്കുമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ പേരിൽ ഞാനും ടീച്ചറോട് എപ്പോഴും ചില വിഷയങ്ങൾ ഉണ്ടാകാറുണ്ട്. സ്വാമി വിശാഖ നക്ഷത്രമാണ്, സ്വാമി ഇങ്ങനെ സിംഹമായിട്ടല്ലേ വേണ്ടത്. ഞാൻ പിന്നെ പൂച്ചയായിട്ട് ജീവിക്കാൻ പറ്റുമോ? അല്ല, അതുമല്ല, സിംഹമായിട്ട് നക്ഷത്രമാണ്, സിംഹത്തിൻ്റെ സ്വഭാവം കാണിച്ചിരിക്കും. അതപ്പോൾ ടീച്ചറും പൂച്ചയാവില്ല. ടീച്ചറിന് അവരൊക്കെ അവരുടേതായിട്ട് വ്യക്തിത്വമുണ്ട്. അപ്പോൾ അവർ പൂച്ചയാവില്ല. അപ്പോൾ 2 സിംഹങ്ങളായിട്ട് ജീവിക്കേണ്ടി വരും. ഇതൊക്കെ ദാമ്പത്യത്തിലുള്ളതാണ്. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ അങ്ങ് പോകും. നിങ്ങളും അങ്ങനെ തന്നെ പോകണം. അപ്പം വിശാഖത്തിൻ്റെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ സ്വാമി പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നതാണ്. അവിടെ ഒരു അതിഗംഭീരമായ ഒരു പ്രവചനം നടന്ന കുറിപ്പാലത്തടിയിൽ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾ വന്നപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം രാശി വെച്ചു പുള്ളി. അപ്പോൾ പുള്ളി വെച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ താമസിക്കുന്ന ഒരു ദേവഭൂമിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു അതെ, ഞാൻ സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടു, അകത്ത് ഇങ്ങനെ ഒരു ദേവത മണ്ണിനടിയിൽ ഇരിക്കുന്നതായിട്ടും പ്രകാശമുള്ളതായിട്ടും. അപ്പോൾ സ്വാമിയുടെ അടുത്തോട്ട് പോയപ്പോൾ ഞാൻ ഇങ്ങനെ വളരെ ആകാംക്ഷയോട് കൂടി എന്താണ് സ്വാമി പറയുന്നതൊക്കെ. ഞെട്ടിക്കുന്ന ഫലം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വാങ്ങിച്ച ഭൂമിയിൽ ഒരു അതിർവരമ്പുണ്ട്, അവിടെ ചെടികൾ ഇങ്ങനെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു.
അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് അത് പറഞ്ഞിട്ട് പോയി. 21 പനയാണ് ആ നേർരേഖയിൽ ഇങ്ങനെ പൊടിച്ചു വരുന്നത്. അത് എത്ര തന്നെ ഇളക്കി മാറ്റാൻ ശ്രമിച്ചാലും അത് വീണ്ടും അത് വരും. അത് പറഞ്ഞ ഒരു ഫലം, മുമ്പ് അതൊരു മാന്ത്രികർ ജീവിച്ചിരുന്ന ഒരു ഇല്ലമായിരുന്നു. ആ ഇല്ലത്തിൻ്റെ അതിർവരമ്പാണ് ഈ കാണുന്ന ഈ പന പൊടിച്ചു വരുന്നത്. അവിടെ കുറ്റി വരികയും പന്നി വന്ന് ഇത് തട്ടിയിടുകയും ചെയ്യുമെന്ന് സ്വാമി ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇത് ഒരു കാരണവശാലും വിൽക്കാൻ പറ്റില്ല, ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാനും പറ്റില്ല, ഇതങ്ങനെ കിടന്നോട്ടെ, ഇതിനതിന് പരിഹാരമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള ഗ്രഹ സംബന്ധമായിട്ടുള്ള ദോഷങ്ങളും ഇത് പറയുമ്പോഴേ എനിക്ക് മറ്റൊരു കാര്യമാണ്. ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, തൃശ്ശൂർ ഉള്ളിലുള്ളൊരു ഗ്രാമമാണ്. അപ്പോൾ ഞാൻ കാന്തല്ലൂർ സ്ഥലം മേടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഒരാൾ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു സ്ഥലം വേണം, എവിടെയെങ്കിലും ഒരു സ്ഥലം മേടിക്കണമല്ലോ, കിടക്കാനൊരു സ്ഥലം വേണമല്ലോ എന്ന് ചോദിച്ചാൽ 2012 അങ്ങനെ യാദൃശ്ചികമായി പരിചയപ്പെട്ട പറഞ്ഞു, എനിക്കറിയാവുന്ന ഒരു സ്ഥലമുണ്ട്, സ്വാമി ഒന്ന് നോക്കാൻ പറഞ്ഞു. ഞാനൊരു ദിവസം അവിടെ പോയി, അങ്ങനെ എന്നെ സ്കൂട്ടറിൽ കൊണ്ടുപോയിട്ട് ഒരിടത്ത് ഇറക്കി. വയലിൻ്റെ നടുവിലുള്ള ചെമ്മൺ പാതയാണ്. ഇതുകൂടെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ ഇറക്കിയിട്ട് എന്നെ കൊണ്ട് നടന്ന്, എനിക്കാണെങ്കിൽ ഈ ഗ്രാമപ്രദേശം ഫുൾ ഗ്രാമമാണ്, നല്ല വെയിലുള്ള സമയവും, ഇതിൻ്റെ ഇടയിൽ കൂടെ വലിയ പഴയ വേലികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇയാളുടെ കൂടെ ഇങ്ങനെ നടന്ന് ഒരു സ്ഥലത്തൂടെ കയറി. എനിക്ക് സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ട് നോക്കുമ്പം ഒരു പഴയ വീടിനകത്തോട്ട് പുള്ളി ഇങ്ങനെ കയറുമ്പോൾ തന്നെ അറിയാം ഈ വീടിന് എത്രയോ കാലത്തെ പഴക്കമുണ്ട്. ഇവിടെ ഒരു അമ്മുമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ മുമ്പിൽ ആ വീടിൻ്റെ നടുവിലൊരു പന ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് തന്നെയാണ് എനിക്ക് മതിയോ ഈശ്വര, ഞാൻ ഇതങ്ങ് മേടിച്ചാലോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഈ അമ്മുമ്മ നല്ല വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് എൻ്റെ മുമ്പിൽ വന്നു. ആ സ്വാമി എന്ന്. അപ്പോൾ കുറേ താടി മുടിയൊക്കെ കൊണ്ടിരിക്കും, അങ്ങനെ തൊഴുത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എങ്ങനെയാണ് ഇവിടെ സ്ഥലം? അപ്പോൾ അന്ന് എന്തോ വില പറഞ്ഞു. അപ്പോൾ ആരും ഇത് വാങ്ങിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കയറി ഇരിക്കാൻ പറഞ്ഞു. എനിക്ക് മോരൊക്കെ തന്ന മറ്റേ അങ്ങളുണ്ട്. അങ്ങനെ അടുത്ത് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞു വിലയൊക്കെ പറഞ്ഞു ഇതെനിക്ക് കൊടുത്തിട്ട് എൻ്റെ ഒരു ബന്ധുവിൻ്റെ കൂടെ അങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇത് എത്ര വർഷത്തെ പഴക്കമുണ്ട്? ഞാൻ പറഞ്ഞു, ഈ പനയിൽ എൻ്റെ അപ്പൂപ്പൻ ഒരു ആളിനെ തറച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ട്, നമ്മൾ ഈ തന്ത്രമന്ത്രാദികളൊക്കെ നടക്കുകയാണ്, ഈ സ്വാമി വേഷമൊക്കെ കെട്ടി നടക്കുകയില്ലേ, ഈ പനയിൽ തറച്ച ആളിൻ്റെ കൂടെ നമുക്ക് കൂടാൻ കഴിയാമല്ലോ എന്ന് ഞാൻ വിചാരിച്ച് ഇവിടെ തന്നെ ഈ വീട് തന്നെ മതിയെന്ന്. എന്നിട്ട് ഞാൻ ചോദിച്ചു, അമ്മ ഈ രാത്രിയാവുമ്പം ഇവിടെ വല്ല ആരെങ്കിലും ഓടിക്കളിക്കണ പോലെ തോന്നുമോ എന്ന് ചോദിച്ചു. ഓ ഗുരുവായൂർ കൃഷ്ണൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മൂമ്മ എൻ്റെ കൂടെ തന്നെ രാത്രിയാവുമ്പോൾ വരും, പീലിയൊക്കെ വെച്ച് ഇവിടെ വരും. രാത്രി എൻ്റെ കൂട്ടാണ്, രാവിലെ പോവുള്ളൂ, രാവിലെ അങ്ങ് ഗുരുവായൂർ പോകുമെന്ന് എന്ന്. അപ്പോൾ ഞാനിതിന് തമാശയാണെന്ന് വിചാരിച്ചു. ഞാൻ എന്തായാലും 5000 രൂപ എടുത്ത് ഈ അമ്മയ്ക്ക് കൊടുത്ത്, ഒരു അഡ്വാൻസ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ്. ഈ അമ്മയെ മറ്റേ ആൾ പറഞ്ഞു, സ്വാമി അഡ്വാൻസ് ഒക്കെ എഴുതാം, എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് പൈസയും കൊടുത്ത്. ഞാൻ വിചാരിച്ചു ഇവിടെ തന്നെ അങ്ങ് കഴിയാം, ഇവിടെ കൊള്ളാമല്ലോ. അപ്പോൾ ഈ പനയുടെ മൂട്ടിച്ചാൽ നിൽക്കുമ്പോൾ പനയിൽ നിന്നിങ്ങനെ ചൂട് വരുന്ന പോലെ എനിക്കൊക്കെ തോന്നുവാണ്. ഞാൻ ഒരു അന്ധവിശ്വാസിയാണല്ലോ. ഞാൻ ഈ പ്രേതങ്ങളെ പറയാൻ നടക്കുന്ന ഒരാളായിട്ട് എനിക്കൊരു വിശ്വാസം. ഈ പനയുടെ അടുത്ത് ചെല്ലുമ്പോൾ വീട്ടിൽ നടുമുറ്റത്താണ് പന, ഒരു പഴയ വീട്. അങ്ങനത്തെ കയറിയാൽ നല്ല വർഷം പഴക്കമുണ്ട്. എന്ന് കാന്തല്ലൂർ വസ്തു മേടിച്ചിട്ടില്ല. ഞാൻ പോയി കിടന്ന് ഈ വീടെൻ്റെ മനസ്സിൽ നിന്ന് മാറുകയില്ല. ഞാൻ കിടന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പം ഞാൻ മറ്റേ അദ്ദേഹത്തിനെ വിളിച്ചു ചോദിച്ചു, ഞാൻ ഒന്ന് ആ വീട്ടിലൊന്ന് പൊക്കോട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്താ സ്വാമി പൊക്കോടാൻ, ഞാൻ ഈ വീടെ കണ്ടുപിടിച്ച് അവിടെ ചെന്നപ്പം ഈ അമ്മുമ്മ അവിടെ ഇരിപ്പുണ്ട് മുറ്റത്ത്. ആ സ്വാമി വരണമെന്ന് പറഞ്ഞ് എന്നെ അവിടെ വിളിച്ചിരുത്തിയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഒരുമിച്ച് പൈസ തരാനില്ല, ഞാൻ പകുതി വന്നാൽ മതിയല്ലോ. അപ്പോൾ പറഞ്ഞു എനിക്കങ്ങ് പോകാനാണ്, സ്വാമി ഉള്ളതുപോലെ തരണം, എന്തായാലും കുറച്ച് പൈസ കൂടെ കൊണ്ടുവന്നാൽ ഞാൻ സ്വാമിയുടെ പേരിൽ ഇത് എഴുതി തരാം എന്ന് പറഞ്ഞ് അകത്ത് പോയിട്ട് അതിൻ്റെ ഒരു പഴയ പ്രമാണം തുറന്നിട്ട് പഴയ പ്രമാണത്തിൻ്റെ കോപ്പി എല്ലാം കൂടെ എടുത്തുകൊണ്ട് ഞാൻ ഇതിങ്ങനെ നോക്കിയപ്പം ഇതൊരു ബ്രാഹ്മണന്മാരുടെ സ്ഥലമാണ്, ബ്രാഹ്മണന്മാരുടെ ഇല്ലമായിരുന്നു. ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് ഇതെങ്ങനെയാണ് കിട്ടിയത്? അപ്പോൾ പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അച്ഛനെങ്ങാണ്ട് ഈ ബ്രാഹ്മണന്മാരുടെ തറവാട് നോക്കിയിരുന്ന ആളാണ്. ഇവിടെ അല്ല, അതിൻ്റെ അപ്പുറത്തൊരു ഇല്ലം നശിച്ച് കിടപ്പുണ്ട്, ഇത് അവർക്ക് താമസിക്കാൻ കൊടുത്തതാണ്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ഇല്ലമുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഇതുവഴി അങ്ങ് നടന്നു പോയാൽ അവിടെ കാണാമെന്ന് പറഞ്ഞു. എൻ്റെ ക്ഷാമയെ ഞാൻ പോയി നോക്കുമ്പം ഒരു കാട് പിടിച്ച് പൊളിഞ്ഞു കിടക്കുന്ന ഒരു പഴയ ഒരു ഇല്ലം, ഒരു മഠം, ഏതോ ഒരു വലിയ താന്ത്രിക കുടുംബമാണ്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ പനയിൽ ഏതോ ആണിയടിച്ച് ആരെയോ തറച്ചിട്ടുണ്ട്, ഇവിടെ തറച്ചിട്ടുണ്ട്. അത് മുഴുവൻ നശിച്ച്, ഈ ഇല്ലം നശിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനിവിടെ കാരണമുണ്ട്. ഈ അമ്മ വിവാഹം കഴിച്ച് ഭർത്താവ് 7-ാം ദിവസം മരിച്ചു പോയ ആളാണ്.
ഈ അമ്മ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുകയാണ്. അമ്മ കൃഷ്ണൻ വരണ്ടുണ്ടെന്ന് അമ്മ പറഞ്ഞത് ചിലപ്പം അമ്മയുടെ ഭക്തി കൊണ്ടാവും. ഞാൻ എന്തായാലും ആ സ്ഥലം വേണ്ടാന്ന് വെച്ചു. ഞാൻ വേണ്ടാന്ന് വെച്ചാൽ തിരിഞ്ഞു പോലും നോക്കിയില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ ഈ അമ്മ പറഞ്ഞു സ്വാമി എന്ന് പറഞ്ഞ് 2 ദിവസം കൈകൊട്ടി വിളിച്ചെങ്കിൽ പോലും എൻ്റെ മനസ്സിലെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ, അത് ജീവിച്ചിരിക്കുന്ന അമ്മയാണെന്നൊരു തോന്നൽ പോലും ഉണ്ടായില്ല. ഇന്ന് കുറേ കാലത്തിന് ശേഷം ഞാൻ ടീച്ചറെ കല്യാണം കഴിച്ചതിന് ശേഷം ഇദ്ദേഹം എന്നെ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഈ സ്ഥലം മേടിച്ച് എന്തിനാൾ. അപ്പോൾ വലിയ ഇഷ്ടമായിട്ട് സംസാരിക്കേണ്ട അപ്പോൾ ചോദിച്ചു ഇതാര്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒരു സ്ഥലം ഇങ്ങനെ നോക്കാനായിട്ട് പോയ ആളാണ്. അപ്പോൾ പറഞ്ഞു അമ്മ മരിച്ചുപോയി. അപ്പോൾ ആ മരിക്കുന്നതിന് മുമ്പ് 5000 രൂപ ആ ബസ്ത ആർക്ക് എടുത്തു വെച്ചു, ആ സ്വാമി എന്തെങ്കിലും വരുമ്പോൾ തിരിച്ചു കൊടുക്കണമെന്ന് തന്നിട്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അതെനിക്ക് വേണ്ട, അത് കയ്യിൽ തന്നെ വെച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ചില സത്യങ്ങൾ നമുക്കറിഞ്ഞുകൂടാത്ത ചില സത്യങ്ങൾ ചില സ്ഥലത്ത് നമ്മളെ ഒഴിവാക്കും. ആ മലയിൽ മഹാമാന്ത്രികർ താമസിച്ചിരുന്ന മലയിലെ ഏതോ ഒരു യക്ഷീയ മാന്ത്രി ഇവരെ കൊണ്ട് തളച്ചപ്പം അവിടെ നശിച്ചു. ഇവിടെയും കല്യാണം കഴിച്ച് വന്ന ആ കുലം മുഴുവൻ നശിച്ചു. ഈ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് വിധവയായിട്ട് ജീവിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് സത്യങ്ങളുണ്ട്. അവിടെ നമ്മൾ പോയി താമസിച്ച് തീർന്നു, നമ്മൾ കാണുപോലുമില്ല. അതായത് യക്ഷിയുടെ വാസസ്ഥലമാണ്. ആ പലയിൽ ആണി അടിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. അതിനകത്തുനിന്ന് ചൂട് പ്രേരിക്കുകയാണ്. നമ്മളിപ്പോൾ പറഞ്ഞത് അന്ധവിശ്വാസമാണെന്ന് പറയും. അവിടെ ചെന്നാലേ അതിൻ്റെ ഒരു കഥ അറിയാവുള്ളൂ. ഇന്നും എനിക്കത് മറക്കാൻ പറ്റില്ല. ഞാൻ അതിനെക്കുറിച്ചൊന്ന് എഴുതണമെന്ന് വിചാരിച്ച് നടന്നിട്ടില്ല. ആ സത്യസന്ധമായ അമ്മ അത് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ആ പൈസ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്നെ ഈ അടുത്ത കാലത്ത് ഒരു 3 വർഷമാവും ടീച്ചർ കല്യാണം കഴിഞ്ഞ ശേഷം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സത്യങ്ങൾ. ഗൃഹം നമ്മൾ മേടിക്കുമ്പോൾ, ഒരു സ്ഥലം മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഭൂമി അത് നമുക്ക് എല്ലാവർക്കും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ നമ്മളിത് അനുഭവിക്കണം എന്നുള്ളൊരു വിധിയുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ അവിടെ ചെന്ന് പെടും. നമ്മളിത് മേടിച്ച് അനുഭവിച്ചിട്ടാണ് എന്തുകൊണ്ട് നമ്മളിതൊന്നും ചെയ്തില്ലല്ലോ, നമ്മളിത് അനുഭവിക്കുകയാണല്ലോ എന്ന് ചോദിച്ചാൽ നമ്മളെ പൂർവ്വജന്മം എടുക്കുമ്പം നമ്മൾ അതുമായിട്ടൊരു ബന്ധം കാണും. നമ്മളത് അനുഭവിച്ചേ പറ്റുള്ളൂ. വിശാഖ നക്ഷത്രം തുലാത്തിൻ്റെയാണ് നമ്മൾ സൂചിപ്പിച്ചത്. പക്ഷെ വൃശ്ചികം രാശിക്കാർക്ക് കുറച്ചുകൂടെ നല്ലൊരു കാലഘട്ടമാണ് ആക്ച്വലി. കാരണം അടുത്ത വ്യാഴമാറ്റത്തിൽ അവർക്ക് വ്യാഴം 9-ലോട്ടാണ് വരുന്നത്, ഭാഗ്യസ്ഥാനത്തോട്ടാണ് വരുന്നത്. ശനിയുടെ അവസ്ഥ എന്തുവാ? ശനി വരുമ്പോൾ അത് 5-ലോട്ട് വരും. ശനി അവർക്ക് തുലാം രാശി വൃശ്ചിക രാശിക്ക്, തുലാം രാശിയിലാണെങ്കിൽ 6-ലോട്ട് വരും. അപ്പൊ കാലുവേദന, ശാരീരികമായ അസ്വസ്ഥതകൾ വരിക. പക്ഷേ സ്വാമി എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിൽ നിന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഈ 4-ൽ സർപ്പം നിൽക്കുന്നതുകൊണ്ടായിരിക്കും ദേവി സ്വാമിയെ കൊണ്ട് അങ്ങനെ പറയും. അപ്പൊ അതുകൊണ്ട് അത് വാഹനം ഓടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഓടിക്കുക. തുലാം വൃശ്ചിക രാശിയാണ്. ഞാനത് കണ്ണേക്ഷി ഫലം പറഞ്ഞതാണ്. ഇത് ജ്യോതിഷം സംബന്ധിച്ചിട്ടുള്ള ഫലമാണ്. അതൊന്ന് ക്ലാരിറ്റിയോടുകൂടി അങ്ങനെ വരുന്നു. ഞാനിപ്പോൾ സ്വാമിയുടെ ഫലം വെച്ച് നോക്കി. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. സാധകർ ഏത് ദിശയിലോട്ട് ഇരുന്ന് സാധന ചെയ്യൂ, ആ വശം അതിനെ ഉത്തമമായ ദിശയായിട്ട് പ്രകൃതി മാറ്റും എന്നുള്ളതാണ് അർത്ഥവാക്യം. അത് ശ്രദ്ധിച്ചോണം. ഒരു സാധകൻ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നിട്ട് വടക്കോട്ട് ഭദ്രകാളിയെ പ്രാർത്ഥിച്ചു എന്നിരിക്കട്ടെ, പ്രകൃതി അത് വടക്ക് വശമായിട്ട് മാറ്റും എന്ന് പറഞ്ഞതുപോലെ സ്വാമിജി പറയുന്ന ഫലങ്ങൾ അത് എന്തോ ഒരു റീസൺ ഉണ്ടായിരിക്കും. പ്രകൃതി അദ്ദേഹത്തിലൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങളത് മുഖവിലേക്ക് എടുക്കുക. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ശിവക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞ പോലെ നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോകുമ്പോഴും അവിടുത്തെ ആചാര്യന്മാരെ വന്ദിച്ചിട്ട് ആ നടപ്പടിയിൽ തൊട്ട് വന്ദിച്ചതിന് ശേഷമേ മെയിൻ ദേവതയെ പ്രാർത്ഥിക്കാവും. അതുപോലെ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതാണ്. ഈ ഇടിയും തിരക്കിലും ഇടയ്ക്ക് നന്ദിയുടെ ഫ്രണ്ടിലൂടെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. നന്ദികേശന്റെ പ്രത്യേകത എന്തുവാ? ഇമ വെട്ടാതെ ശിവനെ നോക്കിക്കൊണ്ട് ഭയങ്കര അബദ്ധമാണ്. അദ്ദേഹത്തിന്റെ നടുക്ക് പോയി നിന്നിട്ട് കാര്യം പറയും. എന്നിട്ട് ഇടതുവശത്തോട് ചെവി കൂടെ എന്നിട്ട് അപ്പൊ അദ്ദേഹത്തിന്റെ നന്ദിയെ മറച്ച് നമ്മൾ ചെയ്യരുത്. നന്ദി എവിടെ ഉണ്ടായില്ല, നന്ദിക്ക് ദർശനം കൊടുത്തിട്ടുള്ള ഒരു വശത്തേക്ക് മാറി എന്നേ അത് ചെയ്യാൻ പാടുള്ളൂ. നന്ദിയെ മറച്ചു പോയാൽ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നിങ്ങൾക്ക് അപ്പൊ അതിന് 3 പ്രദക്ഷിണമാണ് പറയുന്നത്. ഇതൊക്കെ വളരെ നമ്മളൊക്കെ ആചാര്യന്മാർ പറഞ്ഞത്. 3 പ്രദക്ഷിണത്തിൽ 1ാമത്തെ പ്രദക്ഷിണം നന്ദികേശനോട് അനുജ്ഞ വാങ്ങിക്കുക, നമ്മൾ ഭഗവാനെ സേവിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ പ്രദക്ഷിണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ ഓവിൻ്റെ അടുത്തായിട്ട് ശിവലിംഗം പോലെ ഒരു സാധനം ഉണ്ടാകും. അത് ഭഗവാന്റെ ചണ്ഡേശ്വരൻ എന്ന് പറയുന്ന ഭഗവാന്റെ സേനാനായകനാണ്. അപ്പം അദ്ദേഹത്തിനോടും അനുജ്ഞ വാങ്ങിച്ച് നല്ലവണ്ണം പ്രാർത്ഥിച്ചാൽ വളരെയധികം ഉത്തമം ഉണ്ടാകും. ആർക്ക്? തുലാക്കൂറുകാർക്ക്. ഇനി വൃശ്ചികക്കൂറുകാർക്കാണെങ്കിൽ അവർക്ക് സുബ്രഹ്മണ്യ സ്വാമിയാണ്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയെ സേവിക്കുകയും ഈ പറഞ്ഞ ഷഷ്ടി വ്രതങ്ങൾ എടുക്കുകയും ചൊവ്വാഴ്ച ദിവസങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ഒക്കെ വേണം. ഇനി അത് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ കുമാരകോവിലിൽ പോയാൽ അവിടെ നിന്ന് നല്ല മണമുള്ള ഭസ്മം കിട്ടും. ഒരു തവണ പോയാലും മതി. എന്നിട്ട് അതൊന്ന് തൊടുന്നത് വളരെ നല്ലതാണ്.
അതുപോലെ സ്വാമിജി എല്ലായിടത്തും പറയുന്ന ഒരു പരിഹാരമാണ്. സ്വാമിജി പറയാമെന്ന് അറിഞ്ഞിട്ട് എന്നാലും പറയുന്നത്, താഴെ നിന്ന് ഉപ്പ് കിട്ടും. ഉപ്പ് വാങ്ങിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം സാധിക്കണമെങ്കിൽ സ്വാമി പറയുന്നത് വെച്ചാൽ അത് വാങ്ങിച്ച് അവിടെ സമർപ്പിക്കാനായിട്ട് ഒരു സ്ഥലമുണ്ട്. നമ്മൾ ആ കുമാരകോവിലിൽ പോയിട്ട് അവിടെ ഈ പടിക്കെട്ട് കയറുമ്പോൾ അതിൻ്റെ വല സൈഡിൽ ഉപ്പും പിന്നെ സാമ്പ്രാണിത്തിരിയും കിട്ടും. ആ പേപ്പറിൽ നമ്മൾ എഴുതണം നമ്മൾ ആഗ്രഹങ്ങൾ എന്താണെന്ന് എഴുതിച്ചിട്ട് ഇതും കൊണ്ട് ഇടതുവശത്തൂടെ നടന്ന് വലതുവശത്തൂടെ കറങ്ങി വരുമ്പോൾ അവിടെ നമ്മൾ പ്രാർത്ഥിച്ച് ഈ ഉപ്പും ചന്ദനത്തിരിയും ഒക്കെ അവിടെ സമർപ്പിക്കേണ്ട സ്ഥലമുണ്ട്. അപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ വന്ന് നോക്കൂ. ഒറ്റ തവണയെങ്കിലും ഒന്ന് പോയി നോക്കൂ കുമാരകോവിലിൽ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ്. കുമാരൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. വളരെ 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 ശക്തിയുള്ള ഒരു അമ്പലമാണ്. ഈ പഠിക്കുന്ന കുട്ടികൾക്ക് ഓർമ്മക്കുറവുണ്ടെങ്കിൽ, അവർക്ക് ക്ഷീണം വരികയാണെങ്കിൽ, അവർക്ക് പഠിക്കാൻ മടിയുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് കൊണ്ടുപോയി നോക്കിക്കോളൂ. എന്നിട്ട് അവിടുത്തെ ഭസ്മം മേടിച്ച് തൊട്ടോളൂ. എന്തൊരു മാറ്റമാണെന്ന് നോക്കൂ. ഞാൻ ധാരാളം പേരെ വിടാറുണ്ട്. അതുപോലെ തന്നെ ഇവര് ഈ വൃശ്ചികക്കൂറുകാരാണെങ്കിൽ അവർക്ക് അത് ചൊവ്വയുടെ സ്ഥിതി അനുസരിച്ച് ഭദ്രകാളിയെയും പൂജിക്കാന്ന് പറയുന്നുണ്ട്. അവര് വെള്ളയും മഞ്ഞയും ഒക്കെ നിറങ്ങൾ ഇടുന്നതും, പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസം ഒരു മഞ്ഞ വസ്ത്രം ഇട്ട് പോവുക, മഞ്ഞ ഷർട്ട് ഉണ്ടെങ്കിൽ മഞ്ഞ ഷർട്ട് ഇട്ട് പോവുക, ഇതൊക്കെ വളരെ നല്ലതാണ്. ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യുക. ഇത്രയാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ളത്. പിന്നെ 2 എക്സ്ട്രീമിൽ ഇവർ പോകും. ആധ്യാത്മികമാണെങ്കിൽ അതിൻ്റെ അങ്ങറ്റം പോകും, ഭൗതിക തലത്തിലാണെങ്കിൽ അതിൻ്റെ അങ്ങറ്റം പോകും. അവരുടെ അടുത്ത് രാഷ്ട്രീയ വിഷയം ചോദിച്ചു നോക്കും. വിശാഖ നക്ഷത്രക്കാർ അവരതിനെ കീറി മുറിച്ച് അതിൻ്റെ കാര്യങ്ങൾ പറയും. പിന്നെ ആത്മീയത്തിൻ്റെ കാര്യം ചോദിച്ചു നോക്കും, അതും പറയും. അപ്പോൾ അങ്ങനെ 2 എക്സ്ട്രീമിലും പോകാൻ കഴിവുള്ളവരാണ്. അപ്പോൾ നമുക്ക് സ്വാമി എപ്പോഴും പറയുന്ന പോലെ മരണമാണ് സത്യമായ അവസ്ഥ. ശാശ്വതമായ സത്യം മരണമാണ്. അപ്പോൾ നമ്മളൊരാൾ ജനിച്ചാൽ മരണം വരെ ജീവിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ സുഖകരമായി ജീവിക്കാം. അപ്പം ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരാം, ആ ബുദ്ധിമുട്ടുകൾ എങ്ങനെയൊക്കെയാണ് ആത്മീയമായി പരിഹരിക്കാൻ പറ്റുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ കുലദേവതയും പിന്നെ നമ്മുടെ ഗ്രഹങ്ങൾ അനുസരിച്ചിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമൊക്കെ നോവിക്കാതെയും പ്രാർത്ഥിച്ചുമൊക്കെ മുമ്പിലോട്ട് പോയാൽ ഒരുപാട് ദോഷദുരിതങ്ങളിൽ നിന്ന് നമുക്ക് പിന്നെ പരിഹാരം ഉണ്ടാവുകയും നമുക്ക് മനസ്സിന് സന്തോഷത്തോടുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയും ദൈവത്തിലെല്ലാം സമർപ്പിച്ച് മുമ്പിലോട്ട് പോയാൽ ഒരു ദോഷങ്ങളും നമ്മളെ ബാധിക്കാതെ സന്തോഷമായി ജീവിക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.